മാസത്തിനുള്ളിൽ 899 കർഷക ആത്മഹത്യ എന്ന് പറയുമ്പോൾ അതിന്റെ ഭീകരാവസ്ഥ എന്തായിരിക്കും? ഈ വർഷം ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കണക്കാണിത്. സംഭവം എവിടെയാണെന്നല്ലേ? ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനമായ മഹാരാഷ്ട്രയിലെ മറാത്ത്വാഡ മേഖലയിലായിരുന്നു കർഷകരുടെ കണ്ണീരാൽ കുതിർന്നത്. പ്രളയവും അകാല മഴയും കാരണം വ്യാപകമായ വിളനാശം നേരിട്ട മെയ് 1-നും ഒക്ടോബർ 31-നും ഇടയിലുള്ള 6 മാസങ്ങളിൽ മാത്രം 537 കർഷകർ ജീവനൊടുക്കി. ബീഡ്, ഛത്രപതി, സംഭാജി നഗർ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യകൾ രേഖപ്പെടുത്തിയത്. 6 മാസത്തിനിടെ ഛത്രപതി, സംഭാജി നഗറിൽ 112 ആത്മഹത്യകളും, ജൽനയിൽ 32-ഉം, പർഭാനിയിൽ 45-ഉം, ഹിങ്കോളയിൽ 33-ഉം, നാന്ദേഡിൽ 90-ഉം, ബീഡിൽ 108-ഉം, ലാത്തൂരിൽ 47-ഉം, ധാരാഷിവിൽ 70 എന്നിങ്ങനെയും ആത്മഹത്യകൾ രേഖപ്പെടുത്തി. ഈ 6 മാസ കാലയളവിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും കാരണം മേഖലയിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അനവസരത്തിലുള്ള തുടർച്ചയായ മഴയും അതേ തുടർന്നുള്ള പ്രളയവും നീണ്ടുനിന്ന കാലവർഷവും പഴവർഗ്ഗങ്ങൾക്കും വിളകൾക്കും കടുത്ത നാശം വരുത്തിയിരുന്നു. ഛത്രപതി, സംഭാജി നഗർ, ജൽന, നാന്ദേഡ്, പർഭാനി, ഹിങ്കോളി, ലാത്തൂർ, ബീഡ്, ധാരാഷിവ് എന്നീ ജില്ലകളിലെ ദുരിതബാധിത കർഷകർക്ക് നഷ്ടപരിഹാരമായി 32,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കർഷക തൊഴിലാളിയും മുൻ എംപിയുമായ രാജു ഷെട്ടി ആത്മഹത്യകളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. വാഴത്തോട്ടമുള്ള ഒരു കർഷകൻ തന്റെ 100 ടൺ വിളവ് ടൺ ഒന്നിന് 25,000 രൂപ വിലയുറപ്പിച്ചെങ്കിലും കൃഷിനാശമുണ്ടായപ്പോൾ നഷ്ടപരിഹാരമായി കിട്ടിയത് ആകെ 25,000 രൂപയാണ്. ഇത് കൃഷിക്കാരുടെ മനോവീര്യം തകർക്കുന്നതാണെന്ന് രാജു ഷെട്ടി പറഞ്ഞു. സംസ്ഥാന സർക്കാർ വിഷയം ഗൗരവമായി എടുക്കുകയാണെന്ന് കൃഷി സഹമന്ത്രി ആശിഷ് ജയ്സ്വാൾ പറഞ്ഞു. കർഷക പദ്ധതികൾക്കും പ്രോത്സാഹനങ്ങൾക്കുമായി സർക്കാർ ഏകദേശം 1 ലക്ഷം കോടി രൂപ ചിലവഴിക്കുന്നുവെന്നും ഇത് കൃഷി വകുപ്പിന്റെ വാർഷിക ബജറ്റായി 23,000 കോടി രൂപയേക്കാൾ കൂടുതലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭാവിയിൽ കർഷകർക്ക് നേരിട്ടുള്ള സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മാറിയ കാലാവസ്ഥാ സാഹചര്യങ്ങൾക്കനുസരിച്ച് ദീർഘവീക്ഷണമുള്ള പദ്ധതികൾക്ക് രൂപം നൽകണമെന്ന് കർഷക സംഘടനകൾ ആവശ്യപ്പെടുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പദ്ധതികൾ തയ്യാറാക്കാനുമായി കോവിഡ് കാലത്തെ മാതൃകയാക്കി ഒരു പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കണമെന്ന് സംഘടനകൾ ആവശ്യപ്പെടുന്നു. മറാത്ത്വാഡയിലെ ദുരന്ത നിവാരണ മാനദണ്ഡങ്ങൾ കാലോചിതമായി പുനർനിർവചിക്കണമെന്നും അവർ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു.